നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. അലിയൻസ് അരീനയിൽ നടന്ന മത്സരം 2-2 സമനില. ബാക്കി ഇനി അങ്ങ് സാന്റിയാഗോ ബെർണാബുവിലാണ്. തോമസ് തുഷേൽ പറഞ്ഞ പോലെ ഇനി 50-50 മത്സരമാണ്, എന്തും സംഭവിക്കാം. വിനി ജൂനിയർ ആണ് റയൽ മാഡ്രിഡിന് 2 ഗോളുകളും നേടിയതെങ്കിൽ ലിറോയ് സനെ ബയേണിനായിട്ട് ഗോളടിച്ചു. ഒപ്പം ഹാരി കെയ്ൻ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തി. അലിയൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ഹാരി കെയ്നും ലിറോയ് സനയും തോമസ് മുള്ളറും ജമാൽ മുസിയാലയും ഒക്കെ ചേർന്നുകൊണ്ട് ബയേണിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 24-ാമത്തെ മിനിറ്റിലാണ് വിനി ജൂനിയർ റയൽ മാഡ്രിഡിന്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു പാസ്സാണ് ടോണി ക്രൂസിന്, ഒരു മാജിക്കൽ മൊമെന്റ് എന്നൊക്കെ പറയാം. ആ ത്രൂ പാസ് സ്വീകരിച്ചുകൊണ്ട് വിനി ജൂനിയർ പന്ത് വലയിലേക്ക് എത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ റയൽ മാഡ്രിഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ ബയേൺ തിരിച്ചടിക്കുന്ന കാഴ്ച. 53-ാമത്തെ മിനിറ്റിൽ സനയുടെ ഗോൾ. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം അദ്ദേഹം ബയേൺ മ്യൂണിക്കിനായിട്ട് ആദ്യ ഗോളാണ് നേടുന്നത്. എന്തായാലും ലിറോയ് സനെ ഗോൾ അടിക്കുന്നു. മത്സരം 1-1. 57-ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ പെനാൽറ്റിയിലൂടെ ബയേണിന് മുന്നിലെത്തിക്കുന്നു. മത്സരം പുരോഗമിക്കവേ 83-ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡിന് ലഭിച്ച പെനാൽറ്റി വിനി ജൂനിയർ ഗോളാക്കി മാറ്റിയതോടെ മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ മത്സരത്തിന് വേണ്ടിയിട്ടാണ്. സാന്റിയാഗോ ബെർണാബുവില് ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും, ആര് വെംബ്ലിയിലേക്ക് പാസ് എടുക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.